കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നിശമ്യ കൗഷാരവിണോപവർണിതാം ഹരേ കഥാം കാരണസൂകരാത്മന പുനഃസപപ്രച്ഛ പുനഃസപപ്രച്ഛ. പിന്നെയും 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 ചോദിച്ചു. ഭഗവാന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ എന്നുവെച്ചാ അതിതൃപ്ത. ഭക്തന്മാരായിരിക്കുന്ന ആളുകൾക്ക് തൃപ്തി വരിക അങ്ങനെയല്ല. പിന്നെയും കേൾക്കണം പിന്നെയും കേൾക്കണം പിന്നെയും കേൾക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടാവും. പക്ഷെ ഈ കഥ പറയുന്ന ആളോട് ആ കഥ തന്നെ ഒന്നും കൂടി പറയണമെന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കാർക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങോട്ട് ശരിയാവായിട്ടാണോ ഒന്നും കൂടി കേൾക്കണം എന്ന് പറയണത്. അപ്പോ പിന്നെയും പിന്നെയും ഭഗവാന്റെ കഥ കേൾക്കണം, വരാഹാവതാര ചരിത്രം ഒന്നും കൂടി കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ചോദിച്ചു. ഈ ഹിരണ്യാക്ഷനെ വധിച്ചതും സാക്ഷാൽ ഭഗവാൻ വരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനല്ലേ? ആദിദൈത്യോ ഹിരണ്യാക്ഷോ ഹത. ആദിദൈത്യനായിരിക്കുന്ന ഹിരണ്യാക്ഷനെ വരാഹമൂർത്തി വധിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ഹിരണ്യാക്ഷവധം എന്നുള്ള രീതിയിൽ ആ കഥ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് കശ്യപ പ്രജാപതിയുടെ ചരിത്രം വർണ്ണിക്കുന്നത്. കശ്യപ പ്രജാപതി 13 വിവാഹമാണ് കഴിച്ചത്. അതിഥി ദിതി ധനു കാഷ്ട അരിഷ്ട സുരസ ഇള മുനി ക്രോധവശ തിമി താമ്ര തുടങ്ങി 13 ഭാര്യമാരാണ് കശ്യപ പ്രജാപതിക്കുള്ളത്. അതിൽ ദിതിദേവി അസുര സ്ത്രീയാണ്, അതിഥിദേവി ദേവസ്ത്രീയാണ്. ഒരിക്കൽ ദിതിദേവിയുടെ ആ ആശ്രമത്തിലേക്ക് കശ്യപ പ്രജാപതി കയറി വന്നപ്പോൾ അപത്യകാമാചകമേ സന്ധ്യായാം ഹൃച്ഛയാർദിതാം. അപത്യകാമ, സന്ധ്യാസമയാണോ എന്ന് നോക്കാതെ ഒരു ഉണ്ണി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ആ ദിതിദേവിക്ക് ഇതാ ഉണ്ടായി. ദിതിദേവി യാതൊരു തരത്തിലുള്ള ലജ്ജയുമില്ലാതെ തൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിലേക്ക് പോയിട്ട് ഇതാ പിടിച്ചു, വസ്ത്രത്തിൽ കയറി ഇതാ പിടിച്ചു. അപ്പോ കശ്യപ പ്രജാപതി ചോദിച്ചു, എന്താ ദിതി, സന്ധ്യ സർവത്ര വർജയെ, സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിനക്കിതാ അറിയില്ലേ? സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല, സന്ധ്യാസമയത്ത് പഠിക്കാൻ പാടില്ല. അത് തിരുമേനി പറഞ്ഞത് വളരെ നന്നായി. ആ സമയത്ത് ഇനി ഞങ്ങൾ എന്തായാലും പഠിക്കില്ല. സന്ധ്യാസമയത്ത് പഠിക്കാൻ പാടില്ല, സന്ധ്യാസമയത്ത് കടന്നുറങ്ങാൻ പാടില്ല. സന്ധ്യാസമയത്ത് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഒരാൾ വന്നിരിക്കും എന്ന് പറയും. ആരാ? ചേട്ടാ ഭഗവതി വന്നിരിക്കും. എന്നിട്ട് കടന്നുറങ്ങുന്ന ആളുടെ കാലിങ്ങനെ ഒഴിഞ്ഞു തരും. അത്രേ, കുറച്ച് പേരോടെയും കടന്നോ കുറച്ച് പേരോടെയും കടന്നോ എന്ന് പറഞ്ഞ്. അപ്പോൾ ചേട്ടാ ഭഗവതി വീട്ടിലേക്ക് കയറി വരും. അപ്പോൾ സന്ധ്യാസമയത്ത് കടന്നുറങ്ങാൻ പാടില്ല, സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല. സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ നിന്ന് പലതരത്തിൽ രോഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ സന്ധ്യാസമയത്ത് ചീത്ത വിചാരങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സന്ധ്യാസമയത്ത് എന്താ വേണ്ടത്? സന്ധ്യാസമയം ആകുമ്പോഴേക്കും സാക്ഷാൽ മഹാദേവൻ കാളയുടെ പുറത്തൊക്കെ കയറി ഓരോ ആളുകളുടെയും ഗൃഹത്തിൻ്റെ മുന്നിൽ അങ്ങനെ വന്ന് നിൽക്കും. എൻ്റെ നാമം ജപിക്കുന്നുണ്ടോ, എൻ്റെ നാമം ജപിക്കുന്നുണ്ടോ? അങ്ങനെ ഭഗവാനെ ഉപാസിക്കുന്ന ആളുകളെയൊക്കെ മഹാദേവൻ അനുഗ്രഹിക്കും. ഇങ്ങനെ ഭഗവാനെ ഉപാസിക്കേണ്ട സമയമാണ് സന്ധ്യാസമയം. അതുകൊണ്ട് ദിതി, നീ ഇങ്ങനെ ഈ ശരീരസുഖത്തിൻ്റെ പിന്നാലെ ഓടിപ്പോവല്ല വേണ്ടത്. അതുകൊണ്ട് നിൻ്റെ ആ ഉദരത്തിൽ 2 ഭീകരന്മാരായിരിക്കുന്ന ആളുകൾ ഉണ്ടാവട്ടെ. അവരെ വധിക്കാനായി ഭഗവാൻ തന്നെ 2 അവതാരങ്ങൾ സ്വീകരിക്കട്ടെ. എന്നാലും ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കാനുള്ള ഒരു മനോഭാവം നിനക്കുണ്ടായില്ലേ? പൗത്രസ്തവ ശ്രീലനാലലാമം, നിന്റെ ഒരു പുത്രൻ്റെ പുത്രൻ ഭഗവൽ ഭക്തനായിട്ട് തീരും എന്നുകൂടി ഇതാ പറഞ്ഞു. അങ്ങനെ ദിതിദേവിയുടെ ആ ഉദരത്തിൽ വന്ന് പറക്കണത് വൈകുണ്ഠലോകത്ത് കാവല് നിൽക്കുന്നതായ ജയവിജയന്മാർ. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് സനകാദികൾ. സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ.
4 പേര്. മാനസപുത്രന്മാർ എന്ന് പറഞ്ഞാൽ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ആൾക്കാരെയാണ് മാനസപുത്രന്മാർ എന്ന് പറയും. ഈ ബ്രഹ്മാവിന് സനകാദികളോട് നല്ല സ്നേഹം. അപ്പോൾ ഈ സനകാദികൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അവർ ഊർധ്വരേതസ്സുകളാണ്. ഊർധ്വരേതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപമില്ലാത്ത ഭഗവാൻ ഉപാസിക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള സനകാദികൾക്ക് ഒരിക്കൽ കേൾക്കാൻ സാധിച്ചു ഭഗവാന് രൂപമുണ്ട്. അങ്ങനെ ഭഗവാൻ ഒരു രൂപമുണ്ട് വെച്ചാൽ എന്ത് വേണം? ആ രൂപമുള്ള ഭഗവാൻ ഒന്ന് കാണണ്ടേ എന്നുള്ള ആഗ്രഹം അവർക്ക് ഇതാ ഉണ്ടായി. അങ്ങനെ സനകാദി മഹർഷീശ്വരന്മാരങ്ങനെ നേരെ ഭഗവാൻ താമസിക്കുന്നതായ വൈകുണ്ഠ ലോകത്തിലേക്ക് യാത്രയാവുന്നു. അവരങ്ങനെ നടന്ന് 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 വൈകുണ്ഠത്തിലേക്ക് പോകുന്നതായിരിക്കുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ അവരിതാ കണ്ടു. എത്ര നൈശ്രേയസം നാമ വനം കാമദുഃഖേറദ്രുമൈ. കാമം ഓരോരോ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്നതായ പാരിജാത വൃക്ഷമൊക്കെ അവർക്ക് കാണാനായിട്ട് ഇതാ സാധിച്ചു. വൈമാനികാസ്തലനാശ്ചരിതാനി എത്ര. വൈകുണ്ഠത്തിലേക്ക് പോകുന്ന വഴിയിൽ കുറെ വിമാനങ്ങളൊക്കെ കണ്ടു അവര്. ആ വിമാനത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, വിമാനമൊക്കെ ഓടിക്കുന്ന ആൾക്കാർ ലലന സ്ത്രീകളാത്രേ വിമാനം ഓടിക്കുന്നത്. മാത്രമല്ല അവരാണെന്ന് വെച്ചാൽ പ്രത്യേക തരത്തിലുള്ള വേഷങ്ങളൊക്കെ ഇതാ കെട്ടിയിട്ടുണ്ട്. ഗായന്തി. വിമാനം ഓടിക്കുന്ന ആൾക്കാർ ഉറക്കെ പാട്ട് പാടുന്നുണ്ട് അത്രേ. വിമാനമൊക്കെ ഓടിക്കുന്ന ആൾക്കാർ പാട്ടിലാ ശ്രദ്ധിച്ചത് വെച്ചാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ അല്ലെ. പാട്ട് പാടിക്കൊണ്ടാണ് അവര് വിമാനം ഓടിക്കുന്നത്. ഏത് പാട്ടാ അവര് പാടുന്നത്? ലോകശമലക്ഷപണാനി ഭർത്തു. ഈ ലോകത്തിന്റെ എല്ലാവിധ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തീർക്കുന്ന ഭഗവാനെ പറ്റിയിട്ടുള്ള കീർത്തനങ്ങൾ പാടുന്ന, ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതായ വിമാനം ഓടിക്കുന്ന ആളുകളെ അവർക്ക് കാണാനായിട്ട് ഇതാ സാധിച്ചു. കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയപ്പോൾ അവിടെ ധാരാളം സരസ്സുകളുണ്ട്. ആ സരസ്സിലാണെങ്കിൽ ദാത്യൂഹം സശുഖതിരിബരിഹിണാം യാം. ആ സരസിന്റെ തീരത്ത് കുറെ തത്തകളൊക്കെ കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ ഇതാ പറന്ന് നടക്കുന്നുണ്ട്. മാത്രമല്ല മയിലുകളെയൊക്കെ കാണാനായിട്ട് ഇതാ സാധിച്ചു. കാട്ടിലുള്ള പലതരത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കണ്ട് അവരങ്ങനെ സരസിന്റെ തീരത്തു കൂടെ പോകുമ്പോൾ ഭൃംഗാധിപേ ഹരികഥാമിവഗായമാനേ. സരസിലെ വിരിഞ്ഞു വന്നതായിരിക്കുന്ന താമരപ്പൂക്കള്, താമരപ്പൂവിന്റെ 4 ഭാഗത്തും വണ്ടുകൾ അങ്ങനെ പറന്നതാ നടക്കുന്നുണ്ട്. ആ വണ്ടുകളും പാട്ട് പാടുന്നുണ്ട്. ഏത് പാട്ടാ പാടുന്നത് ചോദിച്ചാൽ ഹരികഥാമിവ ഗായമാനേ. ഹരികഥകൾ പാടിക്കൊണ്ടിരിക്കുന്ന വണ്ടുകളെ അവർക്ക് കാണാനായിട്ട് സാധിച്ചു. മന്ദാരകുന്ദകുരരോൽപ്പല ചമ്പകാർണ പുന്നാഗനാഗബകുളാംബുജ പാരിജാത ഗന്ധർച്ചിതേ തുളസികാഭരണേന തസ്യാം യസ്മിം തപസ്സു മനസോ ബഹുമാനയന്തി. കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയ സമയത്താണ് മന്ദാരപ്പൂക്കളൊക്കെ ഉള്ള അനവധി വനങ്ങൾ, മുല്ലപ്പൂക്കളൊക്കെ ഉള്ള വനങ്ങളൊക്കെ അതാ കാണാനായിട്ട് ഇതാ സാധിച്ചു. ചമ്പകാർണപ്പൂക്കളൊക്കെ ഉണ്ടതാ അവിടെ. അതൊക്കെ അവരങ്ങനെ കണ്ട പാരിജാതത്തിന്റെ അടുത്ത് അവരിതാ എത്തിച്ചേർന്നു. പാരിജാതത്തിലുള്ള പൂക്കളൊക്കെ അവർ നന്നായിട്ട് ആസ്വദിച്ചു. കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയ സമയത്താണ് മറ്റൊരു സരസ് അവർക്ക് കാണാൻ സാധിച്ചത്. ആ സരസിന്റെ തീരത്ത് ഒരാള് എന്തെന്നില്ലാത്ത സൗന്ദര്യത്തോട് കൂടിയിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ അതാ നടന്നു വരുന്നുണ്ട്. അവർ നോക്കി, ആരാ ഈ വരുന്നത്? ശ്രീരൂപിണി. കണ്ട സമയത്ത് തന്നെ മനസ്സിലായി, ശ്രീയാണ് മനസ്സിലായി. ഇത്രേ. ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഐശ്വര്യം എന്നർത്ഥം. ഈ ലോകത്തിന് മുഴുവനും ഐശ്വര്യത്തിനെ പ്രദാനം ചെയ്യുന്നതായ ലക്ഷ്മി ഭഗവതി. ആ ലക്ഷ്മി ഭഗവതിയുടെ പ്രത്യേകതയോ രൂപിണി. രൂപിണിയാണ്. നല്ല സൗന്ദര്യമുള്ളതായിരിക്കുന്ന ആ ലക്ഷ്മി ഭഗവതി ഇപ്പൊ കുണയതീ ചരണാരവിന്ദം. ലക്ഷ്മി ഭഗവതി നല്ലതായിരിക്കുന്ന ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, നല്ലതായിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അത് അണിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ലക്ഷ്മി ഭഗവതിയുടെ പാദങ്ങളിൽ പാദസരമൊക്കെ ഉണ്ട്. പാദസരം വെറുതെട്ടതല്ലാത്രേ. പാദസരം ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് കൊണയതീ ചരണാരവിന്ദം. ലക്ഷ്മി ഭഗവതിയിലെ പാദത്തിലുള്ള പാദസരം ഇങ്ങനെ ലക്ഷ്മി ഭഗവതി നടന്നു വരുന്ന സമയത്ത് ആണ് ചില ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്ന് മുന്നേ കൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി പാദസരമൊക്കെ കെട്ടിയ ആൾക്കാരാച്ച എന്ത് ചെയ്യും? വരുന്നുണ്ട് എന്ന് അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഒന്നും വലിയ പാദസരം ഇളക്കിയിട്ട് അത്രേ വരിക. അല്ലെങ്കിലും പാദസരമൊക്കെ പുതിയ പാദസരമൊക്കെ നമ്മൾ അടിയുന്ന സമയത്ത് അല്ലെ
ആദ്യമായിട്ട് പാദസരം അണിയുന്ന സമയത്ത് വസ്ത്രമൊക്കെ എങ്ങനെയാണ് കൊടുക്കുക? കുറച്ച് പൊന്തിച്ചിട്ടേ കൊടുക്കുള്ളൂ. എന്താ കാരണം വെച്ചാൽ എല്ലാവരും കാണണം. എത്ര ഉറുപ്പ്യ അതിന് വില എന്നാ വിചാരിച്ചത് അല്ലേ? അങ്ങനെ ഈ പാദസരമൊക്കെ എല്ലാവരും കാണണം. ഈ പാദസരത്തിലുള്ളതായിരിക്കുന്ന ശബ്ദമൊക്കെ എല്ലാവരും കേൾക്കണം എന്നുള്ള രീതിയിൽ ശ്രീരൂപിണി കൊണയതി ശരണാരവിന്ദം. ഈ കുട്ടികൾ നന്നായിട്ട് നോക്കിയത്രേ പാദത്തിലുള്ളതായിരിക്കുന്ന പാദസരത്തിലേക്ക് സനകാദി മഹർഷീശ്വരന്മാർ ഇതാ നോക്കണുണ്ട്. ലീലാംബുജേന ഹരിസത്മനി മുക്തദോഷാം. മാത്രമല്ല ലക്ഷ്മി ഭഗവതിയുടെ കയ്യിൽ ഒരു ലീലാംബുജം, ഒരു കളിത്താമരയും കൂടി ഉണ്ട് അത്രേ. ആ കളിത്താമര മുട്ടങ്ങനെ മെല്ലെ മെല്ലെ ചുഴറ്റിക്കൊണ്ട് വരുന്നതായിരിക്കുന്ന ലക്ഷ്മി ഭഗവതിയെ അവർക്ക് കാണാനായിട്ട് ഇതാ സാധിച്ചു. കുറച്ചും കൂടി അപ്പുറത്തെത്തിയ സമയത്ത് മറ്റൊരു സരസ്, ആ സരസിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായ ലക്ഷ്മി ഭഗവതി സംലക്ഷ്യതേ സ്ഫടിക കുഡ്യ ഉപേദഹേംനി സമ്മാർജദീവ യദനുഗ്രഹണേന്യയത്നാം. സരസിന്റെ തീരത്തെത്തിയ സമയത്ത് സരസിന്റെ അപ്പുറത്ത് ഇങ്ങനെ എന്തോ സാധനം അടിച്ചു വാരി കളയേണ്ട എന്തോ സാധനം കണ്ടു അത്രേ. ലക്ഷ്മി ഭഗവതി ഇത്രയും അധികം പട്ടുസാരിയൊക്കെ ഉടുത്ത് കഴുത്തിൽ ധാരാളം സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ്, നെക്ലേസൊക്കെ അണിഞ്ഞ്, മൂക്കിലൊക്കെ ആഭരണം അണിഞ്ഞ്, കാതിലൊക്കെ സ്വർണ്ണാഭരണം അണിഞ്ഞ്, തലമുടിയിൽ എത്രയാ മുല്ലമാലകൾ അണിഞ്ഞത് അറിയില്ല. മാത്രമല്ല നല്ല പട്ടുവസ്ത്രമൊക്കെ അത് അണിഞ്ഞ്, കാലിൻ്റെ മുകളിൽ സ്വർണ്ണാഭരണമൊക്കെ അണിഞ്ഞ് നല്ല സൗന്ദര്യത്തോടു കൂടി വൈകുണ്ഠലോകത്തിലൂടെ അങ്ങനെ നടക്കുന്ന ലക്ഷ്മി ഭഗവതിക്ക് അവിടെ എന്തോ അടിച്ചു വാരി കളയേണ്ട സാധനം കണ്ടപ്പോൾ ഒരു പ്രയാസം ഉണ്ടായില്ല അത്രേ. ലക്ഷ്മി ഭഗവതി എന്ത് ചെയ്തു? സമ്മാർജദീവ യദനുഗ്രഹണേന്യയത്നാം. അടിച്ചു വാരേണ്ട സാധനം കൊണ്ടുവന്ന് ലക്ഷ്മി ഭഗവതി തന്നെയാണ് അടിച്ചു വാരി കളയേണ്ടത്. നമ്മളെ വെച്ചാൽ സ്ഥിതി ആലോചിച്ച് നോക്കൂലെ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി അങ്ങനെ നിൽക്കുമ്പോഴാവും ചിലപ്പം ഭർത്താവ് പറയുക, ആ പണിയോടെയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ പോരെ, മിണ്ടാതിരുന്നൂടെ മനുഷ്യ. ഈ സമയത്ത് അപ്പം ഇതാ പറയുക അല്ലേ. എന്നാൽ ലക്ഷ്മി ഭഗവതിക്ക് യാതൊരു പ്രയാസം ഉണ്ടായില്ല അത്രേ. സമ്മാർജദീവ യദനുഗ്രഹണേന്യയത്നാം വാപീഷു വിദ്രുമതടാസ്വമലാമൃതാപ്സു പ്രേഷ്യന്വിതാ നിജവനേ തുളസീഭിരീശം. കുറച്ചും കൂടി അപ്പുറത്ത് പോയ സമയത്ത് മറ്റൊരു വലിയ സരസ് അവർക്ക് കാണാനായിട്ട് സാധിച്ചു. എന്താ ആ സരസിന്റെ പ്രത്യേകത? അമൃതാപ്സു. ആ സരസിലുള്ളതായിരിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അമൃതമായതാണ്. അമൃതം എന്ന് പറഞ്ഞു വെച്ചാൽ അത്രയധികം നിർമ്മലമായിരിക്കുന്ന വെള്ളത്തോടു കൂടിയ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ജനങ്ങളെ അറിവുള്ള ആൾക്കാർ എങ്ങനെയാണ് മനസ്സിലാക്കുക ചോദിച്ചാൽ ആ സ്ഥലത്തിലുള്ള വെള്ളം നോക്കിയാൽ മതി പറയും. ആ സ്ഥലത്തിലുള്ള വെള്ളം നല്ല വെള്ളമാണോ, എന്നാൽ പിന്നെ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഹൃദയം അത്ര നല്ല ഹൃദയമായിട്ട് നാം മാറുന്നു പറയും. വടക്കേച്ചിറ കണ്ടാൽ കുളിച്ചിടണമെന്നു തോന്നും. അങ്ങനെയാണ് അത്ര തൃശ്ശൂരിൻ്റെ പ്രത്യേകത. അവിടെ ഒരു ചിറ ഉണ്ടായിരുന്നു അത്ര. ആ ചിറ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ല വെള്ളമുള്ളതായിരിക്കുന്ന ആ ചിറ കണ്ടാൽ ആൾക്കാർക്ക് എന്ത് തോന്നും? കുളിച്ചിടണമെന്നു തോന്നും. ഒന്ന് ഇറങ്ങി കുളിക്കായിരുന്നു കേട്ടോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും. അതാണ്. അപ്പം നല്ല വെള്ളമാണ് ഒരു സ്ഥലത്ത് നിന്ന് വെച്ചാൽ എന്തുണ്ടാവും? അതിൻ്റെ 4 ഭാഗത്തും താമസിക്കുന്നതായ ആളുകളുടെ മനസ്സൊക്കെ അത്രയും ശുദ്ധമാണ് എന്ന് പറയും. പിന്നെ ചില വെള്ളമൊക്കെ ഉണ്ട്, വടക്കേ ചിറ കണ്ടാൽ കുളിച്ചിടണമെന്നു തോന്നും, അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. ഈ ചില വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേണ്ട കേട്ടോ, അത് കണ്ടാ കുളിക്കണം, അങ്ങനെ ഉണ്ടാവും. ഇതങ്ങനെയല്ല, അമൃതാപ്സു. അവിടെയാണ് വെച്ചാൽ എത്ര നല്ല വെള്ളമാണെന്ന് അറിയില്ല. ആ നല്ല വെള്ളമുള്ളതായിരിക്കുന്ന സരസ്സൊക്കെ അവർക്ക് കാണാനായിട്ട് ഇതാ സാധിച്ചു. കുറച്ചും കൂടി അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയപ്പോൾ വാപീഷു വിദ്രുമതടാസ്വമലാമൃതാപ്സു പ്രേഷ്യന്വിതാ നിജവനേ തുളസീഭിരീശം. ലക്ഷ്മി ഭഗവതി, സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന ലക്ഷ്മി ഭഗവതി വൈകുണ്ഠ ലോകത്തുള്ള ആ സരസിലേക്ക് അങ്ങനെ നോക്കി അതിൽ ആ വെള്ളത്തിൽ തൻ്റെ തന്നെ പ്രതിബിംബത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി ഭഗവതി. ലക്ഷ്മി ഭഗവതിക്ക് എത്രയായിട്ടും ഇപ്പോൾ തൻ്റെ ആ രൂപം അവിടുന്ന് മാറ്റാൻ സാധിക്കുന്നില്ല. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഭഗവാനെ കണ്ണാടീൻ്റെ മുന്നിൽ നിന്ന് പോവാനേ തോന്നില്ല പറയും. കണ്ണാടിക്ക് ഇങ്ങനെ നോക്കി 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 ഭഗവാനെ എന്തൊരു സൗന്ദര്യ, എനിക്ക് ഗോപിക്കുറി നേരെയായില്ലേ, ഓ ശരിയായി. കാതിലുള്ള ആഭരണം ഇത് വേണ്ട, വേറെ ഒന്ന് എടുത്തിട്ടു. കഴുത്തിലേക്കുള്ള ആഭരണം മാറ്റി വേറെ ഒന്ന് ഇതാ എടുത്തിട്ടു. തലമുടിയൊക്കെ ടാക്കി ഇങ്ങോട്ടാക്കി ഇങ്ങനെ തൻ്റെ തന്നെ സൗന്ദര്യത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായ ആ ലക്ഷ്മി ഭഗവതിയെ നന്നായിട്ടതാ കണ്ടു ഇവര് അത്രേ. ലക്ഷ്മി ഭഗവതിക്ക് എത്രയായിട്ടും തൻ്റെ രൂപത്തിനെ കണ്ട് മതിയാവണില്ല. ലക്ഷ്മി ഭഗവതി ഒന്ന് ആലോചിച്ചു, എന്തൊരു സൗന്ദര്യ ഭഗവാനെ എനിക്ക്, അത്രയൊക്കെ സൗന്ദര്യം
എനിക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് ലക്ഷ്മി ഭഗവതി ആലോചിച്ചു. എന്താ എനിക്ക് എത്രയൊക്കെ സൗന്ദര്യം ഉണ്ടാവാനുള്ള കാരണം? ഞാൻ എപ്പോഴും ഈ ഭഗവാന്റെ അടുത്താണ് ഇതാ ഇരിക്കണത്. ഭഗവാന്റെ അടുത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്കിതാ ഇത്രയധികം സൗന്ദര്യം. അങ്ങനെ ആ സൗന്ദര്യമുള്ളതായിരിക്കുന്ന ലക്ഷ്മി ഭഗവതിയെ അവർക്ക് നന്നായിട്ട് കാണാനായിട്ട് ഇതാ സാധിച്ചു. അവരങ്ങനെ നടന്ന് 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 കുറച്ചും കൂടി അങ്ങോട്ട് ദൂരത്ത് ഇതാ എത്തിച്ചേർന്നപ്പോൾ അവിടെ രണ്ട് പേര് കാവൽക്കാരായിട്ട് കാത്തു നിൽക്കണുണ്ട്. ജയവിജയന്മാര് നമ്മളും കാണാറുണ്ട്. അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ ദ്വാരപാലകന്മാരായിട്ട് ശ്രീകോവിലിൻ്റെ അടുത്ത് രണ്ടാൾക്കാരങ്ങനെ കാത്തു നിൽക്കും അല്ലേ? ജയവിജയന്മാർ, ദ്വാരപാലകന്മാർ. അവരെന്താ കാണിക്കണത്? ഒരു വിരലുകൊണ്ട് ഇങ്ങനെ ശ്രീകോവിലേക്ക് കാണിച്ചു തരും. ഈ ഭഗവാൻ തന്നെയാട്ടോ ഉപാസിക്കേണ്ടത്, ഈ ഭഗവാൻ തന്നെയാണ് ഉപാസിക്കേണ്ടത്, ഈ ഭഗവാൻ തന്നെയാണ് ഉപാസിക്കേണ്ടത് എന്ന് പറഞ്ഞു തരേണ്ട ആൾക്കാരാണ് ജയവിജയന്മാർ. പക്ഷേ സനകാദികളെ കണ്ട സമയത്ത് ജയവിജയന്മാർക്ക് തോന്നിയത്രേ, ഇങ്ങനെയൊക്കെയാണോ ഭഗവാനെ കാണാനായിട്ട് വരിക? ദശാർദ്ധ വയസ്സാ. അവരുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ദശ അർദ്ധ വയസ്സായിട്ടേ ഉള്ളൂ, 10ന്റെ പകുതി വയസ്സായിട്ടേ ഉള്ളൂ. 5 വയസ്സായിട്ടേ ഉള്ളൂ ഈ കുട്ടികൾക്ക്. മാത്രമല്ല ഭഗവാനെ കാണാൻ പറ്റുന്നത് ഒരു പട്ടുകോടം തന്നെങ്കിലും എടുത്തുകൂടായിരുന്നു. ഇങ്ങനെയൊക്കെയാണോ കൃഷ്ണനെ കാണാൻ വരിക എന്നുള്ള ഒരു തോന്നലതാ ഇവർക്ക് ഉണ്ടായപ്പോൾ അവർ തൻ്റെ ആ കയ്യിലുള്ളതായ ആ വടി കൊണ്ട് സനകാദി മഹർഷീശ്വരന്മാരെ ഇപ്പോൾ തടുത്തതാ നിർത്തിയിത്രേ. അത് അവർക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഭഗവാനെ കാണാൻ വരുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിയോഗിച്ചതായിരിക്കുന്ന ആളുകളാണ് ദ്വാരപാലകന്മാര്. അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ തടയാനും കൂടിയും പുറപ്പെട്ടു കഴിഞ്ഞാലോ എത്രയേണ ചസ്ഖലയത്താമതരിഹണാം സ്തൗം. അത് കയ്യിലുള്ള വടി കൊണ്ട് അല്ലേ? നിങ്ങൾക്കൊക്കെ ഈ വടി എന്തിനാ തന്നത് ചോദിച്ചാൽ അതൊരു അധികാരമാണ്. ഭഗവാൻ തന്നതായിരിക്കുന്ന അധികാരത്തിന്റെ പ്രതീകമാണിത്. അത് ഭക്തന്മാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ വടി തന്നത്. അങ്ങനെയുള്ള ഞങ്ങളെപ്പോലുള്ള ഭക്തന്മാര് ഭഗവാനെ തൊഴാനായിട്ട് വരുന്ന സമയത്ത് ഞങ്ങളെ തടയേ എന്നുള്ള രീതിയിൽ അവരുടെ ആ പിരികൊന്ന് മെല്ലെ ഇറങ്ങിയത്രേ. അത് ഇളകിയതോട് കൂടിയിട്ട് അവർക്ക് കുറച്ച് ദേഷ്യം വന്നു. ആ ദേഷ്യം വന്നു എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഭഗവാൻ ശ്രീകോലിന്റെ ഉള്ളിലിരിക്കുന്ന അനന്ത പത്മനാഭസ്വാമിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാന് മനസ്സിലായി, എന്നെ കാണാൻ വേണ്ടി ഭഗവാൻ ഭക്തന്മാരിതാ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് വന്ന ആൾക്കാർ അവരെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഭഗവാൻ അങ്ങനെ അനന്തന്റെ പുറത്തേക്കതാ ഇറങ്ങി. അങ്ങനെ വേഗം വേഗം ഭഗവാൻ പുറത്തേക്ക് നടക്കാൻ പുറപ്പെട്ടപ്പോൾ ഗരുഡൻ പറഞ്ഞു, ഭഗവാൻ അങ്ങ് നടന്നു പോകുന്നു വേണ്ടാട്ടോ, എൻ്റെ പുറത്ത് കയറിക്കോളൂ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഗരുഡ എനിക്ക് എന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ചില ആൾക്കാർ പുറത്തതാ കാത്തു നിൽക്കുന്നുണ്ട്, അവരെ കാണാനുള്ള ആ വേഗത കൊണ്ടാണ് ഞാനിതാ പോണത് എന്നങ്ങനെ പറഞ്ഞ സമയത്ത് ഭഗവാൻ വേഗം മുന്നിലതാ എത്തിച്ചേർന്നു. സനകാദി മഹർഷീശ്വരന്മാര് അതിമനോഹരമായിരിക്കുന്ന തൻ്റെ മുന്നിൽ അങ്ങനെ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ നന്നായിട്ടതാ കണ്ടു. അപ്പോഴേക്കും ഗരുഡൻ ഇടത് ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഭഗവാൻ തൻ്റെ കയ്യ് ആ ഗരുഡന്റെ കഴുത്തിലേക്ക് എടുത്തിട്ടുണ്ട്. കൃഷ്ണപ്രസാദ സുമുഖം സ്പൃഹണീയധാമസ്നേഹാവലോകകലയാ ഹൃദയ സംസ്പൃശന്തം ശ്യാമേ പ്രധാവുരസി ശോഭിതയാ ശ്രയാ സ്വശ്ചൂടാമണിം സുഭഗയന്തമിവാത്മധിഷ്ണ്യം പീതാംശുകേ പൃഥുനിധം വിനിവിസ്ഫുരന്ത്യാം കാഞ്ചാളിഭിർവിരചിതം കാഞ്ചാളിഭിർവിരുദയാ വനമാലയാ ച വൽഗുപ്രഗോഷ്ഠവലയം വിനദാസുതാംസേ വിന്യസ്തമസ്തമിതരേണ ധുനാനമബ്ജം. തൻ്റെ മുന്നിൽ അങ്ങനെ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ സനകാദി മഹർഷീശ്വരന്മാർക്ക് മുന്നിലെങ്ങനെ കാണാനായിട്ട് സാധിച്ചു. അവർ ഭഗവാനെ നന്നായിട്ട് കണ്ടു. ഇപ്പം എങ്ങനെയാ ഭഗവാൻ അവിടെ നിൽക്കുന്നത്? പീതാംശുകേ പൃഥുനിധം വിസ്ഫുരന്ത്യ കാഞ്ചാളിഭിർവിരുദയാ വനമാലയാ ച. അതിമനോഹര സ്വരൂപത്തിൽ അങ്ങനെ നിൽക്കുന്ന ഭഗവാനെ ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട് ഞൊറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി വനമാലയണിഞ്ഞ് രത്നമാലകൾ അണിഞ്ഞ് സ്വർണ്ണമാലകൾ അണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് തുളസിമാലകൾ അണിഞ്ഞ് കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ് ചക്രം ഗദ താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ് സ്വർണ്ണവളകൾ അണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട തൃക്കണ്ണെഴുതി ഗോപിക്കുറി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിന്റെ കിരീടം ചാർത്തി മയിൽപ്പീലി അണിഞ്ഞ സാക്ഷാൽ ഭഗവാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ
ഇപ്പോൾ തൻ്റെ ഇടത് ഭാഗത്ത് അങ്ങനെ നിൽക്കുന്ന ഗരുഡനെ കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ഇടതേ കയ്യ് ആ ഗരുഡന്റെ കഴുത്തിലേക്കാക്കി മാറ്റി. വലത്തെ കയ്യിലുള്ള താമരപ്പൂവ് ഭഗവാൻ മെല്ലെ മെല്ലെ അങ്ങനെ അതാ ഇളകണുണ്ട്. ഭഗവാന്റെ അതിമനോഹര സ്വരൂപം കണ്ടതോടുകൂടി സനകാദികളെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിച്ചു. വനമാലയാചാം, 5 തരത്തിലുള്ള പൂക്കളെ കൊണ്ട് നിർമ്മിച്ചതായ മാലയ്ക്കാണ് വനമാല എന്ന് പറയാം. ആ വനമാല കണ്ടതോടുകൂടി ഭഗവാന്റെ പാദം വരെ തൊട്ട് കിടക്കുന്നതായ വനമാല കണ്ടതോടുകൂടി സനകാദി മഹർഷീശ്വരന്മാര് ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിച്ചു. അപ്പോൾ വനമാല എന്ന് പറഞ്ഞാൽ ഈ 5 തരത്തിലുള്ള പൂക്കളെ കൊണ്ട് നിർമ്മിച്ച മാലയ്ക്കാണ് വനമാല എന്ന് പറയാം. അങ്ങനെ തുളസി തെച്ചി ഇതൊക്കെ എടുത്ത് നിർമ്മിച്ച വനമാല. അപ്പോൾ അത് ഈ മാല കെട്ടാൻ അറിയുന്ന ആൾക്കാർ അതേപോലെ മാല കെട്ടിയിട്ട് കാര്യമില്ല. എന്ത് വേണം? മാല ചാർത്താൻ അറിയുന്ന ആൾ വേണം മാല ചാർത്തുക എന്ന് പറയും. ചിലപ്പോൾ മാല കെട്ടുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാ മാല കെട്ടേണ്ടത് എന്ന് പഠിച്ച് അവർ വലിയ ഉണ്ടമാലയൊക്കെ പലതരത്തിലുള്ള പൂക്കൾ എടുത്തു കൊണ്ടുവന്ന് കെട്ടിവെക്കും. പക്ഷേ ഭഗവാനെ മുന്നിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാലോ, എൻ്റെ ഭഗവാനെ ചാർത്തുന്ന ആക്കൊരു വിവരവും ഇല്ല വെച്ചാൽ കഴിഞ്ഞു കഥ. ഇതങ്ങനെയല്ല. ഈ 5 തരത്തിലുള്ള പൂക്കളെ കൊണ്ട് കെട്ടിയ മാല, ആ പൂക്കൾ ഭഗവാന്റെ ഏതേത് ഭാഗത്താണോ സ്പർശിക്കേണ്ടത് എന്നുള്ളതിനൊക്കെ കണക്കുണ്ട്. അതിൽ തുളസി ഉള്ളതായിരിക്കുന്ന ഭാഗം ഭഗവാന്റെ പാദത്തിനോട് അങ്ങനെ തൊട്ട് നിൽക്കണം എന്ന് പറയും. ആ പാദ തുളസി ക്രാണം, ഭഗവാന്റെ പാദത്തിൽ തൊട്ട് കിടക്കുന്നതായ തുളസി ഉള്ളതായിരിക്കുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ സനകാദികൾ വീണുതാ നമസ്കരിച്ചതോടുകൂടി ഭഗവാന്റെ പാദത്തിൽ തൊട്ട് കിടക്കുന്ന തുളസിയുടെ ഗന്ധം ഇപ്പോൾ സനകാദി മഹർഷീശ്വരന്മാരുടെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് ഇതാ എത്തിച്ചേർന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി അക്ഷരജുഷാമപി ചിത്തതന്നോ, രൂപമില്ലാത്ത ഭഗവാൻ തന്നെയാണ് രൂപത്തോട് കൂടിയിട്ടതാ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നന്നായി മനസ്സിലാക്കിയ ആ സനകാദി മഹർഷീശ്വരന്മാര് ഭഗവാനോട് ഇതാ പ്രാർത്ഥിച്ചു. ഭഗവാനെ, ഞങ്ങൾ ഒരാഗ്രഹവും ഇല്ലാത്തവരാണ് എന്ന് അങ്ങക്ക് നന്നായിട്ടതാ അറിയാം. ഭഗവാനെ, ഒരാഗ്രഹവും ഇല്ലാത്തവരാണ് സനകാദികൾ. ഒരാഗ്രഹവും ഞങ്ങൾക്ക് ജീവിതത്തിൽ അതാ ഇല്ല. എന്നാൽ അങ്ങയുടെ അതിമനോഹര സ്വരൂപം കണ്ടപ്പോ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായി. എന്താ ആഗ്രഹം ചോദിച്ചാൽ, കാമം ഭവസ്വവൃജിനേർനിരയേഷു നസ്താൽ, ഞങ്ങൾക്ക് ഉണ്ടായതായ ആഗ്രഹം, ഞങ്ങൾ അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന സമയത്ത്, വൈകുണ്ഠത്തിലൂടെ വരുന്ന സമയത്ത് അനവധി സരസില് വിരിഞ്ഞു നിൽക്കുന്നതായ താമരപ്പൂവിൻ്റെ 4 ഭാഗത്തും വണ്ടുകൾ അങ്ങനെ അതാ പറന്ന് കളിക്കുന്നുണ്ട് ഭഗവാനെ. മാത്രമല്ല ആ പറന്ന് കളിക്കുന്ന വണ്ടുകൾ ഹരികഥാമിവഗായമാനേ, എപ്പോഴും അങ്ങയെങ്ങനെ സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ. ഇപ്പോൾ അങ്ങയെ കണ്ട സമയത്ത് അങ്ങയെ ഒന്ന് സ്തുതിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല വേറെ ഉണ്ടായ ആഗ്രഹം എന്താ ചോദിച്ചാൽ, അങ്ങയുടെ ആ പാദത്തിൽ കിടക്കുന്നതായ തുളസി അത് ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടേ ഭഗവാനെ. ഈ കാതുകൊണ്ട് അങ്ങയുടെ അതിമനോഹരമായിരിക്കുന്ന കഥകൾ കേൾക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടേ ഭഗവാനെ എന്ന് പറഞ്ഞ് അവർ വീണുതാ നമസ്കരിച്ചു. ഭഗവാൻ അവരോട് പറഞ്ഞു, സനകാദികളെ, നിങ്ങളോട് എങ്ങനെയാണോ എനിക്ക് സ്നേഹിച്ചാൽ അതേപോലെ തന്നെയാണ് ഈ ദ്വാരപാലകന്മാരായിരിക്കുന്ന ജയവിജയന്മാർ. അവരെ അധികകാലമൊന്നും വിട്ടുപിരിഞ്ഞിരിക്കാൻ എനിക്കിതാ സാധിക്കില്ല. കഴിയുന്നതും വേഗം ഇവര് എൻ്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരണം. എൻ്റെ അടുത്തേക്ക് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും വേഗം എത്തിച്ചേരാൻ ഒരു മാർഗമുണ്ട്. എന്ത് ചെയ്താൽ മതി? ദേഷ്യത്തോടു കൂടി എന്നെ ഓർത്താൽ മതി പറഞ്ഞ ഭഗവാൻ സംരംഭ സംഭൃത സമാധ്യനുബദ്ധ യോഗവും, ഒരു പ്രത്യേക യോഗം ഈ ജയവിജയന്മാർക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക യോഗം പറഞ്ഞു കൊടുത്തു അത്രേ. എന്താണ്? ദേഷ്യഭാവത്തിൽ ഭഗവാൻ കാണുക അല്ലേ. നമ്മളെപ്പോഴും ആരെയും ആദ്യം ആലോചിക്കുക, സ്നേഹമുള്ള ആൾക്കാരെയാണോ ദേഷ്യമുള്ള ആൾക്കാരെയാണോ? സ്നേഹമുള്ള ആൾക്കാരൊക്കെ ജീവിതത്തിൽ മറക്കും. ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരൊന്നും എപ്പോഴും ഓർത്തോളണം എന്നൊന്നുമില്ല പറയും അല്ലേ. വീട്ടിൽ കല്യാണമൊക്കെ വരുന്ന സമയത്ത് 200-200 പേജിൻ്റെ പുസ്തകം വാങ്ങും അത്രേ. ഒന്ന് സ്നേഹമുള്ള ആൾക്കാരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകം. പിന്നെ ദേഷ്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ഓരോ ആൾക്കാർക്കും ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഭാര്യ പ്രത്യേകമായിട്ട് ചോദിക്കും, അയാൾക്ക് എഴുതിയില്ലല്ലോ. എന്തിനാ നീ എപ്പോഴും അയാളങ്ങനെ ഓർമ്മപ്പെടുത്തണം? അയാൾക്ക് ഞാൻ എന്തായാലും എഴുത്തയക്കില്ല. അവരെ ദേഷ്യമുള്ള ആൾക്കാരെയാണ് എപ്പോഴും മനസ്സിലതാ അല്ലേ. ശത്രുതാഭാവത്തോട് കൂടിയിട്ട് എന്നെ ഉപാസിക്കുമ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴും ഞാൻ തന്നെയാണ് ഉണ്ടാവുക അല്ലേ. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നും ഭഗവാൻ അവരോട് പറഞ്ഞു. അങ്ങനെയാണ് ഹിരണ്യാക്ഷനായിട്ടും ഹിരണ്യകശിപുവുമായിട്ടും
ദിതീദേവിയുടെ ഉദരത്തിൽ സനകാദി മഹർഷീശ്വരന്മാരുടെ ശാപം കൊണ്ട് അവരതാ വന്ന് പറക്കണത്. അങ്ങനെ ഭൂമിയിലതാ എത്തിച്ചേർന്നു. അതിഗംഭീരമായിരിക്കുന്ന രൂപത്തോടു കൂടിയിട്ട് ഒരാളുടെ കയ്യിൽ ഗത കിട്ടി. അപ്പം തന്നെ ലോകത്തെ ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. ലോകം മുഴുവനും ഉപദ്രവിച്ച് നടക്കുന്നതായ ആ ഹിരണ്യാക്ഷൻ ഇനി ആരെയാ ഉപദ്രവിക്കാൻ എന്ന് നോക്കിയത്ര. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് തന്നെ ഡയറിയിൽ എഴുതി വയ്ക്കും, നാളെ ആരെയാ ഉപദ്രവിക്കേണ്ടത്. ഇത് മാത്രമേ ചിന്തയുള്ളൂ അത്രേ ചില ആൾക്കാർക്ക്, അല്ലേ? ഹിരണ്യാക്ഷനും അതെ, സകല ആൾക്കാരും ഉപദ്രവിച്ചു. ഇനി ഒരൊറ്റയാളെ ഉപദ്രവിക്കാനില്ല. അങ്ങനെ നടന്ന് സമുദ്രത്തിൻ്റെ തീരത്തെത്തി. അപ്പോൾ വരുണനോട് പറഞ്ഞു, വരുണ, കുറച്ചു നേരം എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നീ ഉണ്ടല്ലേ പുരായ ജൽ പ്രഭോ, പണ്ട് നീ ഏതോ യാഗമൊക്കെ രാജസൂയൊക്കെ നടത്തിയെന്നതാ പറഞ്ഞിട്ടുണ്ടല്ലോ. ലോകത്തുള്ള ആളുകളെ മുഴുവനും ജയിച്ചതിന് ശേഷം മാത്രമേ യാഗം നടത്താനായിട്ട് ഇതാ പാടുള്ളൂ. നീ എന്നെ ജയിച്ചില്ലല്ലോ, അതുകൊണ്ടതാ നീ എന്നോടിപ്പോൾ യുദ്ധത്തിന് വരാനായിട്ട് ഇതാ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ, അങ്ങയെ ജയിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങന്ന് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിതാ യാഗം നടത്തിയത്. അങ്ങേറ്റ അന്ന് ലോകത്തുണ്ടായിരുന്നു വെച്ചാൽ സംശയമില്ല കേട്ടോ. ഞാനിതാ അവിടാണ് നാരദ മഹർഷി ഇങ്ങനെ വരുന്നുണ്ട്. നാരദ മഹർഷിയെ കണ്ട സമയത്ത് ഹിരണ്യാക്ഷൻ പറഞ്ഞു, യുദ്ധം ചെയ്യാനായിട്ട് കുറച്ചു നേരം ആഗ്രഹമുണ്ട്, വരൂ പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, ഞാൻ ഈ വീണയും പിടിച്ച് ഇങ്ങനെ നടക്കുക എന്നല്ലാതെ, നാമം ജപിക്കുക എന്നല്ലാതെ എനിക്ക് ഇന്ന് വരെ യുദ്ധം ചെയ്തിട്ടൊട്ടും പരിചയമില്ല. മാത്രമല്ല ഈ യുദ്ധം ചെയ്യുക, അതേപോലെ വക്കീലിനെ കാണുക, ജയിലിൽ പോവാതിരിക്കുക, ഇങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കിതായില്ല. അതുകൊണ്ട് ഞാൻ നാമം ജപിക്കുക മാത്രമേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ യുദ്ധം ചെയ്യാൻ പറ്റുന്നതായ ഒരാളെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാം. കൈകൊണ്ട് തലോടാനും കൈകൊണ്ട് 4 പൊട്ടിക്കാനും അറിയുന്ന ആള് ഈ ലോകത്ത് ഉണ്ട്. ഹിരണ്യാക്ഷ, ആലോചിച്ച് നോക്കൂ, ഈ ലോകം മുഴുവനും സത്യത്തിൽ ആരുടെയാ? അങ്ങയുടേതല്ലേ ഹിരണ്യാക്ഷ? അങ്ങയുടേതായ ഈ ഭൂമിയെ ഇപ്പോൾ തൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നതായ ഒരാളുണ്ട്, സാക്ഷാൽ മഹാവിഷ്ണു. അതുകൊണ്ട് അങ്ങയുടേതായിരിക്കുന്ന ഈ ഭൂമിയെ ഭഗവാൻ ഭാര്യയാണെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുക. ആ ഭൂമിയെ അങ്ങ് തട്ടിയെടുത്ത് കഴിഞ്ഞാൽ, ഭാര്യേനെയൊക്കെ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ ചില ഭർത്താക്കന്മാർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ള ഭർത്താക്കന്മാർ ചിലപ്പോൾ കൈകൊണ്ട് 2 തന്നു എന്നൊക്കെ അതാ വരം. അങ്ങനെ ഭഗവാന്റെ കയ്യിലുള്ളതായിരിക്കുന്ന ഭൂമിയെ കട്ടെടുത്തോളൂ എന്ന് പറഞ്ഞതോടുകൂടി ഹിരണ്യാക്ഷന് വന്ന ആ ഭൂമിയെ കട്ടെടുക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. അതോടുകൂടി ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിൽ അതിഗംഭീരമായിരിക്കുന്ന യുദ്ധം, കാരണജലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതായ ഈ ഭൂമിയെ ഹിരണ്യാക്ഷനെ വധിച്ച് തൻ്റെ തേറ്റയുടെ മുകളിൽ ഉയർത്തിക്കൊണ്ടുവന്നതായ മഹാവരാഹോ ഗോവിന്ദ, മഹാവരാഹ സ്വരൂപത്തിലുള്ള സാക്ഷാൽ ഭഗവാന്റെ ആ കഥ ആർക്കാണോ കേൾക്കാനായിട്ട് സാധിക്കുന്നത് അവർക്ക് ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തി ഉണ്ടാവും എന്നുകൂടി വർണ്ണിച്ചുകൊണ്ടാണ് ആ പ്രകരണം പറഞ്ഞ് സമർപ്പിച്ചത്. പിന്നീടാണ് സ്വയംഭുവ മനുവിൻ്റെ വംശത്തിനെ വർണ്ണിച്ച് വരുന്നത്. സ്വയംഭുവ മനു, ശതരൂപ, അവർക്ക് 5 കുട്ടികളാണ് അത് അവിടെ ഉണ്ടായത്. പ്രിയവ്രതൻ, ഉത്താനപാദൻ, 2 ആൺകുട്ടികൾ, ആകൂതി, ദേവഹൂതി, പ്രസൂതി, ഇങ്ങനെ 3 പെൺകുട്ടികളും. അതിൽ മധ്യമപുത്രിയാണ് ദേവഹൂതി ദേവി. ആ ദേവഹൂതി ദേവിയുടെ പുത്രനായിട്ട് സാക്ഷാൽ ഭഗവാൻ തന്നെ കപില വാസുദേവരായിട്ടത് അവതരിക്കുന്നു.